Yes, Shabina, good afternoon. Good afternoon, sir. Yes, Vaishnavi, good afternoon. Mehrunisa, good afternoon. Yes, good afternoon. Good afternoon, sir. Yes, good afternoon. Shabina, ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓരോരുത്തരുടെയും? Shabina, how was your honor celebration? Yes, Ajumala, good afternoon. അടിപൊളി. Yes, very good, very good, very good. Yes. നബിദിനവും കൂടിയായിരുന്നു. അപ്പൊ രണ്ടും കൂടിയൊക്കെ മിക്സ് ആയി അല്ലേ? Yes, very good, very good. Yes. മെഹറുന്നീസ, നബിദിനവും ഓണമൊക്കെ ആഘോഷിച്ചോ? Yes, sir. Yes, very good, very good, very good. Yes. Vaishnavi, how was your honor celebration? Super, sir. Good. Very good, very good. Okay, Anushanti, good afternoon. Yes. അപ്പൊ വീണ്ടും നമ്മൾ അല്ലെ മലയാളത്തിൽ പണ്ടൊരു കഥയുണ്ടായിരുന്നു. വീണ്ടും ഓണം ആഘോഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ നമ്മൾ ആരംഭിക്കുക. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടാവുന്നത്. ഒരു എലിക്കുഞ്ഞിന് പെൺ എലിക്കുഞ്ഞിന് ഒരാഗ്രഹം, താൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയാവണം എന്ന്. അപ്പൊ അങ്ങനെ തപസ് ചെയ്തത് പെൺകുട്ടിയായി, സുന്ദരിയായി. അപ്പോഴാണ് അതിനടുത്ത ആഗ്രഹം വന്നത്, ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്ന ഒരാഗ്രഹം വന്നു. അപ്പൊ ആ കുട്ടി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മനസ്സിലായി, ഏറ്റവും ശക്തനായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനാണ്. സൂര്യനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് ശക്തിയുള്ള മനുഷ്യനാണ്. അപ്പൊ സൂര്യനാണ് ഏറ്റവും ശക്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഈ മൂഷിക സ്ത്രീ എന്ന് സൂര്യനോട് പറയാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം, നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തനായ മനുഷ്യൻ. അപ്പോൾ സൂര്യൻ പറയും, ശരിയാണ്, ഒരുപാട് ആളുകൾക്ക് ഞാൻ ഊർജ്ജം കൊടുക്കുന്നുണ്ട്, ശക്തി കൊടുക്കുന്നുണ്ട്, പ്രകാശം കൊടുക്കുന്നുണ്ട്, ശരിയാണ്, ഞാനാണ് ശക്തൻ. പക്ഷെ ചില സമയത്ത് മേഘം വന്ന് എന്നെ മറച്ചു കളയും. അപ്പോ ഭൂമിയിലേക്കുള്ള എന്റെ പ്രകാശം പോലും അവർ തടയുകയാണ്. അപ്പൊ എന്നെ മറക്കാനായിട്ട് ശക്തിയുള്ള മേഘമല്ലേ എന്നേക്കാളും കൂടുതൽ ശക്തൻ. അപ്പൊ നീ എന്നിട്ട് മേഘത്തിനോട് പറയാന്ന് പറയും. അങ്ങനെ ആ മൂഷിക സ്ത്രീ വന്നിട്ട്, സ്ത്രീയായിട്ട് മാറിയ പെണ്ണരി വന്നിട്ട് മേഘത്തിനോട് പറയും, മേഘമേ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുക, ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളല്ലേ എന്ന് പറയും. അപ്പോ മേഘം പറയുന്ന ഒരു കഥയുണ്ട്, ശരിയാണ്, സൂര്യനെ പോലും മറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ശക്തൻ. പക്ഷേ അങ്ങനെ സൂര്യനെ പോലും ഞങ്ങളിങ്ങനെ മറച്ചു വെച്ച് കഴിയുന്ന സമയത്ത് ഒരു കാറ്റ് വന്നാൽ, ശക്തമായ ഒരു കാറ്റ് വന്നാൽ ഞങ്ങൾ പറന്നു. അവിടെ പിന്നെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തുള്ള പിന്നെ ഞങ്ങളെ കാണുക വേറെ സ്ഥലത്താണ്. അതുകൊണ്ട് ഞാനല്ല ശക്തൻ, എന്നെക്കാൾ ശക്തൻ കാറ്റാണ്. അപ്പോ നീ നിന്റെ ആഗ്രഹം ചെന്ന് കാറ്റിനോട് പറയുക എന്ന് പറയും. അങ്ങനെ ഈ മൂഷിക സ്ത്രീ വന്നിട്ട് ഈ കാറ്റിനോട് പറയുന്നു, കാറ്റെ, നീയാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലായി, അതുകൊണ്ട്
കാറ്റെ നീ എന്നെ വിവാഹം കഴിക്കണം. അപ്പൊ കാറ്റ് പറയും ശരിയാണ്, മേഘം സൂര്യനെ മറക്കുന്ന മേഘത്തെ പോലും അടിച്ച് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും. അത്രയ്ക്ക് ശക്തിയുള്ളവനാണ് ഞാൻ. പക്ഷെ ഞാനിങ്ങനെ ആഞ്ഞു വീശുമ്പോഴും എന്റെ കാറ്റിനെ തടഞ്ഞു നിർത്താൻ വലിയ പർവ്വതങ്ങൾക്ക് സാധിക്കും. അതിൽ തട്ടി മുന്നോട്ട് പോകാനാവാതെ ഞാൻ നിശ്ചലനായിട്ട് നിൽക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനല്ല ശക്തൻ, പർവ്വതങ്ങളാണ് ശക്തൻ എന്ന് പറയുന്നു. മൂഷിക സ്ത്രീ വീണ്ടും ആരടുത്ത് വരും? ഈ പർവ്വതത്തിന്റെ അടുത്ത് വരും. പർവ്വതത്തോട് പറയുന്നത് റിക്വസ്റ്റ്. പർവ്വതം പറയുന്നത് ശരിയാണ്, കാറ്റിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്, കാറ്റിനെയൊക്കെ ഞാൻ തടഞ്ഞു നിർത്താറുണ്ട്, അതിനുള്ള ശക്തി എനിക്കുണ്ട്. അപ്പൊ ഞാൻ ശക്തൻ തന്നെയാണ്. പക്ഷേ ഇത്രയും ശക്തനാണ് ഞാനെങ്കിലും എൻ്റെ അടിവേര് തുറന്നു വരുന്ന എലികളുണ്ട്. അവരാണ് എന്നെക്കാളും കൂടുതൽ ശക്തി. കാരണം അവരെല്ലാവരും കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറിഞ്ഞു വീഴും. എൻ്റെ ബേസ്മെന്റ് അടിസ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ബേസ്മെന്റ് തുറക്കുന്ന എലികളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ മൂഷികസ്ത്രീ വീണ്ടും എലിയുടെ അടുത്ത് വരും. എലി വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കും. പക്ഷെ നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്, നീ ഒരു പെണ്ണെലി ആയില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ആ മൂഷിക സ്ത്രീയായിട്ട് മാറിയ ആ പെൺകുട്ടി പഴയതുപോലെ പെണ്ണെലിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ മൂഷിക സ്ത്രീ വീണ്ടും എലിയായിട്ട് മാറിയാൽ യെസ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കുറെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, അതിന്റെ സെലിബ്രേഷനും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ പഴയ റൊട്ടീൻ ദിനചര്യകളിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും വിഷയങ്ങളിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡൂവർക്ക് പ്രാധാന്യമില്ല, ഡൂവറിന്റെ ആക്ഷനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് നമ്മൾ നോക്കി. സിമ്പിൾ പാസ്റ്റ് നോക്കി, സിമ്പിൾ ഫ്യൂച്ചർ നോക്കി. പ്രസന്റ് കണ്ടിന്യൂസും നമ്മൾ നോക്കിയതാണ്, എങ്ങനെയാണ് പാസീവ് വോയിസ് എഴുതുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ നോക്കിയതാണ്. യെസ്. അപ്പൊ ഞാൻ നിങ്ങൾ കഴിച്ച ഉപ്പേരിയുടെയും ശർക്കരവരട്ടിയുടെ അടിയിൽ പോയിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറയുമ്പോൾ ഓബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ എഴുതിയത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേർ എഴുതി, പിന്നെ വെർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചു. സിമ്പിൾ ഫ്യൂച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഓബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി ഉപയോഗിച്ചു, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചു. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഓബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, ബീയിങ് ചേർന്നു, BEH ബീയിങ് ചേർന്നു, പിന്നെ വെർബ് എഴുതി, ആ വെർബിന്റെ മൂന്നാമത്തെ. ഇത്രയുമാണ് നമ്മൾ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരു ടെൻസിലോട്ട് നമ്മൾ നോക്കുകയാണ്. ആ ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വാചകം പറയാം. എഴുതിക്കുന്നത് she was writing a letter. She was writing a letter. അപ്പൊ ഞാനിവിടെ വാചകം പറഞ്ഞു. ആ വാചകം ഇതാണ്, she was writing a letter. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തന്നിരിക്കുന്ന ഈ വാചകം, അതായത് she was writing a letter എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റും? യെസ്, ഷാബിന. മെഹ്റൂനീസ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഫാസ്റ്റ് കണ്ടിന്യൂസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഈ വാചകം ഏതാണ്? ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. മെഹ്റൂനീസിന്റെ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ട്, വാസ് അല്ലെങ്കിൽ വേർ ഉണ്ട്, പിന്നെ വെർബ് ഉണ്ട്, പിന്നെ എച്ച്. ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ് പിടികിട്ടി. മെഹ്റൂനീസിന് മനസ്സിലായി ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകം.
അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേറൊരു രീതി. നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസിൽ പഠിച്ച അതേ രീതിയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞപ്പോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ കഴിഞ്ഞതിന് ശേഷം പിയും ചേർക്കാൻ പറഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് പിയും ചേർക്കും. വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞതിന് ശേഷം പിയും ചേർക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. എഴുതിക്കോ, ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ, വാസ് സ്ലാഷ് വേർ, വാസ് ഓർ വേർ, വാസ് ഓർ വേർ പ്ലസ് ബി വെർബ്, ബി. ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയില്ല. ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ്, BEING, ബി പറഞ്ഞപ്പോൾ തെറ്റുപറ്റി, BEING, ബീയിങ് പ്ലസ് വെർബ്, വെർബ് എന്ന് പറയുന്നത് പിന്നീട് ബി. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നോ V3 എന്നോ എഴുതുക. പാസീവ് വോയിസ് എഴുതുമ്പോൾ എല്ലാവർക്കും വെർബിന്റെ മൂന്നാമത്തെ ഫോമേ വരുള്ളൂ. I will repeat, object plus was or were plus being plus verb plus ing. Object plus was or were plus being plus verb plus ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ, പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ. സിമ്പിൾ ആണല്ലോ, വെരി വെരി സിമ്പിൾ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ സെന്റൻസിനെ ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അവൾ എഴുതുകയായിരുന്നു. എന്തെഴുതുകയാണ്? എ ലെറ്റർ. അപ്പൊ എ ലെറ്റർ എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അത് നമ്മൾ എടുത്ത് എ ലെറ്റർ, എ ലെറ്റർ എന്നാ പറഞ്ഞേക്കണം. അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ വാസ് വേണോ വേറെ വേണോ? വാസ് ഉപയോഗിക്കും, വാസ് ഉപയോഗിച്ചു. പിന്നെ എന്ത് വേണം? ബീയിങ്. അപ്പൊ വാസ് ബീയിങ്. ഇനി വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. റൈറ്റിംഗ് എന്ന് പറയുന്ന ആ വെർബിന്റെ, റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. റൈറ്റ്, റോട്ട്, റിട്ടേൺ. റിട്ടേൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ്? റിട്ടേൺ എന്നതാണ് റിട്ടേൺ. ഇനി ഷീ എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ ഷേപ്പില്ല എന്ന് മാറ്റുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എ ലെറ്റർ വാസ് ബീയിങ് റിട്ടേൺ ബൈ ഹർ. A letter was being written by her. ആദ്യം ഓബ്ജക്റ്റ് എഴുതി, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, പിന്നെ ബീയിങ് ചേർത്ത്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ എല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെ അതുപോലെ. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ മുന്നോട്ട് വാചകം പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. Somebody was, okay ഷാബിന, somebody was calling, CALLING, calling me, ME, me. Somebody was calling me. അടുത്തത് someone was, രണ്ടാമത്തെ someone was teaching them when it rained, RAINED, rained. ഒരു ഭാഷ കൂടി ഇരിക്കോ. I was typing a letter. I was typing a letter when he called me, CALLED, called me. ഓക്കെ, 3 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. whom or what എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ you will get the answer. ആ ആൻസർ ആണ് നമുക്ക് ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക,
ബീയിങ് ചേർക്കുക, വെർബ് എഴുതുക, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഓക്കെ, ഇത് രണ്ടാമത്തെ അല്ലേ? യെസ്, രണ്ടാമത്തെ ഇതായിരുന്നു. someone was teaching them, TEACHING, teaching them when it rained, RAINED, മഴ പെയ്തപ്പോൾ ആരോ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, മൂന്നാമത് പറഞ്ഞു. I was typing a letter when he called me. അവൻ എന്നെ വിളിച്ചപ്പോ ഞാനൊരു ലെറ്റർ ടൈപ്പ് ചെയ്യുകയായിരുന്നു. I was typing a letter when he called me.
യെസ്, സമയം എടുക്കണല്ലോ. കഴിഞ്ഞില്ലേ? ആരുടെ? അനുശാന്തി, ഷാബിന, മഞ്ജു. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ആ മെഹ്റൂനീസ് കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷാബിന ആദ്യത്തെ വായിക്കും. ആൻസർ ആണോ സർ വായിക്കേണ്ടത്? ആൻസർ അല്ല, അതിന് ചോദ്യം വായിച്ചു. ചോദ്യം വേണമെങ്കിൽ ഞാൻ വായിച്ചു. ആൻസർ വായിച്ചാൽ ചോദ്യം വായിക്കുക. Somebody was calling me. ആൻസർ വായിക്കുക. I was called by somebody. ഒരു വൈഡ് മിസ്സായി പോയിട്ടുണ്ടല്ലോ ഷാബിന. ചെറിയ ആ ബി ചേർത്ത്. ആ ബി കൂടി ചേർത്തൊന്ന് പറഞ്ഞേ. I was called by being by somebody. ഓ അസ്ഥാനത്താണ് കൊണ്ട് ചേർത്ത്. ഒന്നും കൂടി റെഡിയാക്കി. I was called being. നമ്മൾ ആ സ്ട്രക്ചർ ഏരിയയില് വാസനകൾ വേറെ കഴിഞ്ഞിട്ട് പിന്നെ വല്ല വേറെ ഏതാണ്? Being. പിന്നെ കോൾഡ് അത് കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാൻ. I was being called. I was being called. I was being called. സംശയമുള്ളവരുടെ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വൈഷ്ണവി രാജ്. യെസ്. ടിൻഡോ തോമസ്. Yes. Bismi. Rifana. Anshumala. Anushanti. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ആൻസർ അനുശാന്തി എഴുതിയാണ് വായിക്കാം. ചോദ്യം ഇതായിരുന്നു. Someone was teaching them when it rained. എങ്ങനെ എഴുതിയേക്കണേ? Rained is where being teached. When it rained എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. മഴ പെയ്തപ്പോൾ അതൊരു കണ്ടീഷൻ കോസ്, അതില്ലാന്ന് വിചാരിച്ചു. ബാക്കി നോക്ക്. Someone was teaching them. അത്രേ ഉള്ളൂ. സെന്റൻസ് വിചാരിക്കും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. Someone was teaching them. അത്രേ ഉള്ളൂ വിചാരിച്ചു. ആരോ അവരെ പഠിപ്പിക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് ഓബ്ജക്റ്റ് ഏതാണ്? ടീച്ചിങ് വെർബല്ലേ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ രണ്ട് ചോദ്യം ചോദിക്കും. ആരെ അല്ലെങ്കിൽ എന്ത്, അപ്പൊ ഒരു ആൻസർ കിട്ടും. അതാണ് ഓബ്ജക്റ്റ്. എന്ത് പഠിപ്പിക്കുന്നു? ഉത്തരവില്ല. ആരെ പഠിപ്പിക്കുന്നു? അവരെ പഠിപ്പിക്കുന്നു. അവരെ them എന്നുള്ളതാണ് എന്ത്? ആ ഓബ്ജക്റ്റ് അവിടെ വരാം. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിലോട്ട് ആക്കുമ്പോ them എന്നുള്ള പകരം എന്താക്കണം? ഓക്കെ ഷാബി, ബാക്കി പൂരിപ്പിച്ചോ. ഓബ്ജക്റ്റ് കിട്ടി. യുടെ കൂടെ വാസ് വരും, വേറെ വരും. പിന്നെ അടുത്ത് ചേർക്കേണ്ട വേർഡ് എന്താണ്? ബി. പിന്നെ ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടീച്ച് ടോട്ടാണ്. DAUGH ടോട്ട്. അപ്പൊ they were being taught. കറക്റ്റ് ആയി. ഇനിയല്ല, ആ വെൽ ഇറ്റ് വെറുതെ ചേർത്താൽ മതി. They were being taught when it rained by someone.
ഓക്കെ, അപ്പൊ എന്താ പറ്റിയത്? അന്വേഷിക്കാത്ത പറ്റിയത് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് മിസ്റ്റേക്ക് വന്നു. അതാണ് ഇതിന് മിസ്റ്റേക്ക് പറ്റിയത്. ആരെ അല്ലെങ്കിൽ എന്ത്, ആ ചോദ്യത്തിന്റെ ആൻസർ ആയിരിക്കണം ഒബ്ജക്റ്റ്. അപ്പൊ ഞാൻ ആൻസർ ഒന്നുകൂടി പറയാം. They were being taught when it rained by someone. Manchu. Okay, ഞാൻ അടുത്ത ചോദ്യം വായിക്കാം. I was typing a letter when he called me. ആൻസർ എന്താ മഞ്ജു? എങ്ങനെ? A letter was being typed by me when he called me. Yes. വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ആ ബൈ ബി എന്നുള്ളതുണ്ടല്ലോ, ഏറ്റവും ഒടുവിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ. യെസ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ ലെറ്റർ വാസ് ബീങ് ടൈപ്ഡ് വെൻ ഹി കോൾഡ് മീ. അത് എഴുതിയാൽ മതി, വെൻ ഹി കോൾഡ് മീ. യെസ്. അടുത്ത ചോദ്യം. There were THERE, THEY, there were, WERE, were singing, SINGING, singing a Malayalam song. They were singing a Malayalam song, SONG. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. He was eating, EATING, eating food, FOOD, food. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. They were WERE, were playing football, PLAYING, playing football when the WHEN, when the bell rang, RANG. I will repeat. They were playing football when the bell rang. Okay. മൂന്നെണ്ണം കൂടി ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ, ഷാബിന. They were THEY, they were playing, PLAYING, playing football, FOOTBALL, when the bell rang, bell അടിച്ചപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു.
then they were singing a Malayalam song. They were singing a Malayalam song. Okay, Shabina, very good. Shabina കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ്? മാക്രോനീസിന്റെ കഴിഞ്ഞിട്ടുണ്ട്. Very good. മാക്രോനീസ. Yes, രണ്ടുപേരുടെ കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഒരാളുടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം. Okay, നമുക്ക് ആരംഭിക്കാം. രമ്യ പറ്റും. ഓക്കെ, ലക്ഷ്മി മോഹൻ. രമ്യ. യെസ്. നിത. ഓക്കെ, സൗമ്യ രജീഷ്. എഴുതിയത് തെറ്റാന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കണ്ട, റെഡിയാക്കാം. ലക്ഷ്മി മോഹൻ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം, ആൻസർ ലക്ഷ്മി വായിക്കാം. ചോദ്യം ഇതായിരുന്നു, they were singing a Malayalam song. ആൻസർ എന്തായിരുന്നു? A Malayalam song was being sung by them. മലയാളം സോങ് ആയിട്ട് വായിച്ചു പറഞ്ഞ് Was being sung by them. It's a correct answer. Very good, very good, very good. A Malayalam song was being sung
by them. Very good, very good, very good, very good. Yes. Akshay. Yes. Mehrunisa. Chodhri Amaiya. He was eating food. Answer you. Food was being eaten by him. Very good, very good, very good. Food was being eaten by them. Shabina, Chodhri Amaiya. They were playing football when the bell rang. Answer what you Shabina. കിട്ടിയില്ല യെസ് നമുക്ക് നോക്കാം വെരി ഗുഡ് നമുക്ക് ഒരുമിച്ച് നോക്കാം നോക്കിയേ they were playing football അത്ര വരെ ഉള്ളൂ വിചാരിച്ചു അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു ബാക്കിയില്ലാന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞേ അതിനകത്ത് ഓബ്ജക്റ്റ് ഏതാണ് they were playing football എന്ന് പറയുന്നതിൽ ഓബ്ജക്റ്റ് ഏതാണ് കറക്റ്റ് ആണ് ഫുട്ബോൾ okay, Lisa. Football was being played, past participle, played. Football was being played when the bell rang. By them. Football was being played when the bell rang by them. Yes, അടുത്തത് പറയണ്ട ചോദ്യം ഇതാണ് no ചോദ്യം ഇല്ല no one no one was learning L-E-A-R-N-I-N-G no one was learning English. No one was learning English. Yes. എനിക്ക് രണ്ട് രീതിയിൽ എഴുതാം ഉള്ള രീതിയിൽ എടുക്കാം No one was learning English. ആരും ഇംഗ്ലീഷ് പഠിക്കുന്നില്ല Yes, Lakshmi Mohan.
ഓക്കെ, ലക്ഷ്മി മോഹൻ ആൻസർ വായിച്ചോളൂ. English was being learned by nobody. Yes, English was being learned by nobody. ഈ നോബഡി അല്ലാതെ സംബടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സംവൺ ആരെങ്കിലും ഉണ്ടോ? സംബടിയോ സംവണ്ണോ ഉപയോഗിച്ച് ചെയ്തേക്കണേ ഇല്ല അല്ലേ? യെസ്, അങ്ങനെയും അത് എഴുതാം. അത് അങ്ങനെ വരുമ്പോ എങ്ങനെ വരും? ഇംഗ്ലീഷ് വാസ് നോട്ട് ബീയിങ്, നോട്ട് ബീയിങ് ലേൺ. ഓക്കെ ഓക്കെ, ബീയിങ് ലേൺ ബൈ എനിവൺ. യെസ്, അജിമല കറക്റ്റ്. നോട്ട് ബീയിങ് ലേൺ ബൈ എനിവൺ. ആ മോഡലുള്ളത് മറുപടി പറയാം. Was anyone teaching them? Was anyone teaching them? Okay, that's also. Was anyone teaching them? Was anyone teaching them? യെസ്, കഴിഞ്ഞവർക്ക് പറയാം ആർക്കെങ്കിലും. Hello? പറഞ്ഞോളൂ നിസ. Were they being taught by anyone? Yes, it's a correct answer. Very good, very good, very good. Were they being taught? Were they being taught? T-A-U-G-H-T. Okay, okay, okay. അപ്പോൾ ഞാൻ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചതാണെന്ന് നിങ്ങൾ പറയണം. സം ഐക്കോണിക് ക്യാരക്ടർ, ഞാൻ ആ ക്യാരക്ടറിന്റെ പേരാണ് പറയുന്നത്. അത് ഏത് ഫിലിമിലാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഞാൻ പറയുകയാണ്, വാറുണ്ണി എന്ന് പറയണം. വാറുണ്ണി. അപ്പൊ നിങ്ങൾക്ക് പറയാം, മൃഗയ എന്ന് പറയുന്ന സിനിമയില് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് വാറുണ്ണി. സോ ഐ ആം ഗോയിങ് ടു ടെൽ യു സം ഐക്കോണിക് ക്യാരക്ടേഴ്സ്. നിങ്ങൾ പറയേണ്ടത് ഏത് ഫിലിമിലാണെന്നുള്ളതാണ്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഓക്കെ ഷാബില. ഓക്കെ 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 ഓക്കെ, അനുഷാന്തി. ഓക്കെ ഓക്കെ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഹിന്ദിയിലുണ്ടാവും, തമിഴിലുണ്ടാവും, ഹിന്ദിയിലുണ്ടാവും, തമിഴിലുണ്ടാവും, ഇംഗ്ലീഷൊക്കെ ഉണ്ടാവും. എല്ലാ ഭാഷയിലും ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പൊ സിനിമയുടെ പേര് ഹിന്ദിയിലും തമിഴിലൊക്കെ വരുമെന്ന് പറഞ്ഞതാണ്. യെസ്,
യെസ്, ഇരിക്കട്ടെ ഷാബിന. യെസ്, ഹിന്ദി സിനിമ നോക്കിക്കോ, ഇപ്പൊ വരുന്ന ആൻസർ നോക്കിക്കോട്ടെ. യെസ്, ചോദ്യം ഇതാണ്. മുക്കാംബോ, MUKAMBO ഏത് സിനിമയിലെ കഥാപാത്രമാണ്? മുക്കാംബോ. മുക്കാംബോ. കൂടെ മിസ്റ്റർ എന്ന് തുടങ്ങി ആരംഭിക്കുന്ന സിനിമയാണ് അതിന്റെ പേര്. ബാക്കി പറയുമ്പോ സാർ. ഓക്കെ, ലക്ഷ്മി മോഹൻ. ഇതിപ്പോ തെറ്റിയതായിരിക്കാം. മിസ്റ്റർ ഇന്ത്യ ശരിയാണ്. ലക്ഷ്മി മോഹൻ, മെഹറുന്നീസ. ലക്ഷ്മി മോഹൻ, മെഹറുന്നീസ. ഓക്കെ, ലക്ഷ്മി മോഹൻ, മെഹറുന്നീസ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ്, GABBERSINGH പഴയ ഒരു ഹിന്ദി ഫിലിമാണ്. ഗബ്ബർ സിംഗ് വളരെ പഴയ ഒരു ഹിന്ദി ഫിലിമാണ്. ഇപ്പോഴും അത് ഒരു എവർഗ്രീൻ ഫിലിമാണെന്ന് പറയാം. ഇപ്പോഴും അത് ആൾക്കാർ പ്രേക്ഷകരുള്ളതാണ്. ഓക്കെ, ലക്ഷ്മി കറക്റ്റ്. ലക്ഷ്മി, ടിൻഡോ, മെഹറുന്നീസ. ലക്ഷ്മി, ടിൻഡോ ആൻഡ് മെഹറുന്നീസ. കറക്റ്റ് ആൻസർ. The name of the film is Sholay. Sholay സിനിമയിലെ. അടുത്തത് രാജ കൃഷ്ണപ്പ ബൈറ, BAIRYA. രാജ കൃഷ്ണപ്പ ബൈറിയ. അത് അധികം നാളാവാത്തൊരു സിനിമയിലെ കഥാപാത്രമാണ്. No change. രാജ കൃഷ്ണപ്പ യെസ്. ഓക്കെ, നോ ചാൻസ്. ആർക്കെങ്കിലും? യെസ്, ലക്ഷ്മി മോഹൻ. കറക്റ്റ് ആൻസർ. KGF. ലക്ഷ്മി മോഹൻ സിനിമയെ കുറിച്ച് നല്ല വിവരമുണ്ട്. വെരി ഗുഡ്. യെസ്, KGF എന്ന് പറഞ്ഞ സിനിമയുടെ കഥാപാത്രമാണ്. അടുത്തത് നിങ്ങൾ ചാടി പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചിലപ്പോൾ ഷാബിനെ പറയും. കഥാപാത്രത്തിന്റെ പേര് ഇതാണ്. ദേവസേന. അജ്മല, ലക്ഷ്മി, മെഹറുന്നീസ. അതിന് മുമ്പ് ഒരാളും കൂടി വന്നില്ല. അജ്മല, ലക്ഷ്മി, മെഹറുന്നീസ. അതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നുണ്ട്. പേര് കിട്ടിയില്ല. ഷാബിന അല്ലേ? ഷാബിന കറക്റ്റ് ആൻസർ ആണ്. ഷാബിന കറക്റ്റ് ആൻസർ ആണ്. ആൻസർ ഈസ് ബാഹുബലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഓക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് സർക്യൂട്ട്. CIRCUIT. സർക്യൂട്ട് ഏത് സിനിമയിലെ ക്യാരക്ടറാണ്? ഐക്കോണിക് ക്യാരക്ടർ. CIRCUIT. ആ സിനിമയുടെ പേരിന്റെ ലാസ്റ്റ് ഒരു മെഡിക്കൽ ഡിഗ്രി ഒക്കെ ഉണ്ട്. പേരിന്റെ ലാസ്റ്റ് ഒരു മെഡിക്കൽ ഡിഗ്രി ഒക്കെ ഉണ്ട്. അജ്മല ഇസ് എ കറക്റ്റ് ആൻസർ. അജ്മല, മെഹറുന്നീസ. രണ്ട് പേരുണ്ട് അല്ലേ?
അജ്മല മെഹറുന്നീസ കേട്ടോ. മെഹറുന്നീസ അക്ഷയ് കൃഷ്ണ. ആ, അജ്മല മെഹറുന്നീസ അക്ഷയ് കൃഷ്ണ. കറക്റ്റ് ആൻസർ ആണ്. ആൻസർ ഈസ് മുന്നാബായി MBBS. ഇതായിരുന്നു സിനിമയുടെ പേര്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് മഹാവീർ സിംഗ് ഫോഗോട്ട്. മഹാവീർ സിംഗ് ഫോഗോട്ട്. മഹാവീർ സിംഗ് ഫോഗോട്ട്. PHOGOT. ഫോഗോട്ട്. മഹാവീർ സിംഗ് ഫോഗോട്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വന്നുപോയ സിനിമയാണ്. യെസ്, ലക്ഷ്മി മോഹൻ. വെരി ഗുഡ്. ലക്ഷ്മിയുടെ ആദ്യം പറയുന്നത് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ് ലക്ഷ്മി. ഇതിന്റെ ലക്ഷ്മി അച്ചുമല രണ്ടുപേരുള്ളത് അല്ലേ? അച്ചുമല അക്ഷയ്. വെരി ഗുഡ്. ലക്ഷ്മി അജ്മല അക്ഷയ് കൃഷ്ണ. കറക്റ്റ് ആൻസർ ആണ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ദംഗൽ. അടുത്തത് ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം അതിൻ്റെ അതൊരു മലയാളി അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ വിവാദമൊക്കെ ആയതാണ്. അപ്പൊ അതിന്റെ വേണ്ടി പറയാൻ പറ്റും. നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ഇതൊക്കെ പിന്നെ PSC ഒക്കെ ചോദിക്കോട്ടെ. ഇത് ഒരെണ്ണമൊക്കെ. ഓ, അതല്ല അനുശാന്തി, വേറൊരു പേരാണ്. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. മെഹറുന്നീസ ലക്ഷ്മി രണ്ടുപേരുള്ളൂ അല്ലേ? മെഹറുന്നീസ ആൻഡ് ലക്ഷ്മി അനുഷാദ്. മെഹറുന്നീസ ലക്ഷ്മി ആൻഡ് അനുഷാദ്. അനുഷാദ് നേരത്തെ വന്നിട്ടില്ല അല്ലേ? അനുഷാദ്. ഓക്കെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ജയിലർ. ജയിലർ. കറക്റ്റ് ആണ്. അത് വിവാദമായതല്ല, ഇതിനകത്ത് അഭിനയിച്ച വില്ലൻ. യെസ്. അടുത്തത് നിങ്ങൾ കണ്ണടച്ച് പറയും. ചോദ്യം ഇതാണ്, ചതിയൻ ചന്തു. ചതിയൻ ചന്തു. ഐക്കോണിക് ക്യാരക്ടർ ചതിയൻ ചന്തു. NTR അല്ല, വേറൊരു പേര്. ചതിയൻ ചന്തു ഉണ്ടാവും. ചതിയൻ ചന്തു. ഇതാണ് പോകണ്ട. അതിനൊപ്പ് ഹരികരന്റെ ഒക്കെ ലെവൽ വെച്ച് ചിന്തിച്ചാൽ മതി. ഓ, യെസ്, അജ്മല. കറക്റ്റ് ആൻസർ. അജ്മല ടിൻഡോ. ടിൻഡോ ലക്ഷ്മി മോഹൻ. അജ്മല ടിൻഡോ ആൻഡ് ലക്ഷ്മി മോഹൻ. കറക്റ്റ് ആൻസർ ആണ്. സൗമ്യ കറക്റ്റ് ആണ്. അനു കറക്റ്റ് തന്നെയാണ്. ആൻസർ ഈസ് ഒരു വടക്കൻ വീരഗാഥ. ഓക്കെ, ഇനിയും അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. കുറച്ച് ചോദ്യങ്ങളോട് ബാലൻസ് ഉണ്ട്. അപ്പൊ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ബാലൻസ് കൺട്രോൾസ് ഞാൻ പറഞ്ഞേക്കാം. യെസ്. അപ്പോ ഇതുവരെ കിട്ടിയേക്കുന്ന പോയിന്റ് ഞാൻ പറയാം. ഷാബിന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനുശാന്തി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ടിൻഡോ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അക്ഷയ് കൃഷ്ണ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അജ്മല 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മെഹറുന്നീസ 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി മോഹൻ യു ഹാവ് ഗോട്ട് 7 പോയിന്റ്. ലക്ഷ്മി മോഹൻ വെരി ഗുഡ്. ലക്ഷ്മിക്ക് അപ്പൊ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വൺസ് അഗെയിൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് we will meet in the next class. Okay, bye. Thank you, sir. Okay, welcome. Thank you, sir. Okay.
Shall we-